ഈ ഒരു വീഡിയോ ഞാൻ ചെറിയൊരു ഭയത്തോടെയാണ് കേട്ടോ ചെയ്തത്. ഇത് നമ്മൾ കാണുന്നത് കനോലി കനാലാണ്. ഇത് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ പാർക്കിലേക്ക് എത്തുന്നത്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിൽ കയറാനായിട്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ സൈൻ ബോർഡും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കണ്ടൽക്കാടും കൂടി ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ പാർക്ക്. നമസ്കാരം, നിത്യയാത്രകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് സരോവരം ബയോ പാർക്കിലാണ്. കനോലി കനാലിൻ്റെ തീരത്തുള്ള ഈ മനോഹരമായ ജൈവ ഉദ്യാനം DTPCയുടെ കീഴിൽ കോഴിക്കോടിൻ്റെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ ജൈവ ഉദ്യാനം. ഈ പ്രദേശത്തെ കണ്ടൽക്കാടിനെ സംരക്ഷിക്കുന്നതിൽ ഈ ഒരു ഉദ്യാനം പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഓപ്പൺ ജിമ്മൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ തിയേറ്ററും കിഡ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കും ഒക്കെ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കിഡ്സിൻ്റെ പാർക്ക് എന്ന് പറയുന്നത് മെയിൻ്റനൻസ് വർക്കും കാര്യങ്ങളും ഒന്നും ചെയ്യാതെ പൊട്ടിപ്പൊളിഞ്ഞിട്ട് ഒരു നോക്കുകുത്തി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ റിഫ്രഷ് ആവാനായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു കഫ്റ്റീരിയൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ പോലും കമിതാക്കളാണ് 90% വരുന്നത്. വീഡിയോ എടുക്കാൻ പോണ സമയത്ത് തന്നെ ആൾക്കാർ നമ്മളെ തുറിച്ച് നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സ്വല്പം ഭയത്തോടെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. ഞാൻ ആരുടെയും വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ പാർക്കിലേക്ക് 18 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകരുത്. കാരണം ഇതൊരു ലവേഴ്സ് ഓൺലി പാർക്ക് പോലെയാണ്. അവർ വളരെ അടുത്ത് ഇടപഴകുന്നതുകൂടി നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഇവിടെ യൂണിഫോമിൽ വരെ ആൺകുട്ടികളും പെൺകുട്ടികളും കടന്നു വരുന്നുണ്ട്. കണ്ടാൽ തന്നെ നമുക്ക് സങ്കടം തോന്നും. ഉള്ളിൽ ചെറിയൊരു ഭയവും തോന്നി കേട്ടോ. കാരണം ഇവരുടെ പാരൻസൊക്കെ ഇവർ ക്ലാസ്സിലാണ് എന്നുള്ള ഒരു ആശ്വാസത്തോടെ ആയിരിക്കും വീട്ടിലിരിക്കുന്നുണ്ടാവുക. പക്ഷേ ഇവരൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടുന്നത് അവരെങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പേരൻസിനും അത് സഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. വൃത്തിഹീനമായ കനാലായിട്ട് പോലും ആ ഓപ്പോസിറ്റ് നിന്നിട്ട് ഒരു ചേച്ചി അവിടെ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളും ഒക്കെ പെറുക്കിയിട്ട് അന്നന്നത്തേക്കുള്ള വക ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. പാർക്കിൻ്റെ 2 വശങ്ങളിലുമായിട്ട് എനിക്ക് 2 തരം ജീവിതങ്ങളാണ് കേട്ടോ കാണാൻ പറ്റിയത്. ഇവിടെ കണ്ടൽക്കാടുകളുടെ സംരക്ഷണ കേന്ദ്രം കൂടിയാണ് കേട്ടോ. വളരെ ഭംഗിയായിട്ട് കണ്ടൽക്കാടുകളെയൊക്കെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരുപാട് ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം പ്രകൃതിയോടിണങ്ങി പക്ഷികളുടെയൊക്കെ സൗണ്ട് കേട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ ആയിട്ട് ഈവനിങ്ങിലും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലവും കൂടിയാണ് കേട്ടോ, വാക്കിനും മറ്റുമായിട്ട്. പാർക്കിനുള്ളിൽ തന്നെ നല്ലൊരു ബോട്ടിംഗ് സംവിധാനം ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള പെഡസ്ട്രൽ ബോട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയായിട്ട് തന്നെ അത് ആ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. കുറേ ആൾക്കാരൊക്കെ ബോട്ടിംഗ് ഒക്കെ നടത്തുന്നത് അവിടുന്ന് കാണാൻ പറ്റി.